ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫിസ്ക്കൽ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. ഗവൺമെൻറ്റിന് എങ്ങനെയൊക്കെയാണ് റവന്യൂ കിട്ടുന്നത്, അത് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ, അതേപോലെ ഫീസ്, പെനാൽറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ റവന്യൂ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അതെങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വെൽഫെയറിന്, നമ്മളെ ഡിഫെൻസിന് വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻറ് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇതിനെ ബജറ്ററി പോളിസി എന്ന് കൂടെ പറയുന്നുണ്ട്. കാരണം ഇത് ബജറ്റിലൂടെയാണ് ഈ ഒരു ഫിസ്ക്കൽ പോളിസി ഡിപിക്റ്റ് ചെയ്യുന്നത്. ഫിനാൻസ് മിനിസ്റ്ററാണ് ഇന്ത്യയിൽ നമ്മൾ ബജറ്റൊക്കെ അവതരിപ്പിക്കുന്നത്. ദെൻ ഇതിൻ്റെ മെയിൻ ടൂൾസ് എന്ന് പറയുന്നത് ടാക്സ്, ഗവൺമെൻറ് സ്പെൻഡിങ്, ട്രാൻസ്ഫർ പേയ്മെൻ്റ് ഒക്കെയാണ്. ടാക്സ് നമുക്കറിയാം രണ്ട് തരത്തിലുണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ അത് ഇമ്പോസ് ചെയ്യുന്ന വ്യക്തിയും അത് പേ ചെയ്യുന്ന വ്യക്തിയും അത് ചുമത്തപ്പെടുന്ന ആളും അത് ആ ഒരു ടാക്സ് അടക്കുന്ന വ്യക്തിയും ഒരാൾ തന്നെ ആയിരിക്കും. അതിൽ നമുക്ക് പറയാം കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ് പോലുള്ളതൊക്കെ ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നത് അത് പേ ചെയ്യുന്ന ആൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അത് ഇമ്പോസ് ചെയ്യുന്ന ആളും പേ ചെയ്യുന്ന ആളും ഡിഫറെൻ്റ് ആയിരിക്കും. അതിനാണ് GST, VAT അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സിൽ പറയാം. പിന്നെ ഗവൺമെൻറ് സ്പെൻഡിങ്ങിൽ രണ്ട് തരത്തിലുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതൊരു ഷോർട്ട് ടേമിലേക്കായിരിക്കും. അതേപോലെ തന്നെ ചെറിയ എമൗണ്ടുകളൊക്കെ ആയിരിക്കും. റിക്കറിങ് നാച്ചർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസിന് സാലറി മന്ത്ലി പെയ്ഡ് ചെയ്യുക എന്നുള്ളത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അത് ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഗവൺമെൻറ് എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ റോഡ്, ബിൽഡിംഗ് അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അത് ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ദെൻ ട്രാൻസ്ഫർ പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഓൾഡ് ഏജ് പെൻഷൻ, സ്കോളർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും റവന്യൂ എക്സ്പെൻഡിച്ചറിലും റിട്ടേൺ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ സാലറി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഗവൺമെൻറ്റിന് വേണ്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഗവൺമെൻറ് റിട്ടേൺ അതിനുള്ള ആ ഒരു സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾഡ് ഏജ് പെൻഷൻ, സ്കോളർഷിപ്പ്, അതേപോലെ തന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരുപാട് സ്കീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിന് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. വിത്തൗട്ട് എനി ബെനിഫിറ്റാണ് ഈ ഒരു ഗവൺമെൻറ് ഇത് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഫിസ്ക്കൽ പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഇക്കോണമിനെ ഫുൾ എംപ്ലോയ്മെൻ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളത് ഈ ഒരു ഫിസ്ക്കൽ പോളിസിയിലൂടെ ഗവൺമെൻറ് അച്ചീവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ പ്രൈസ് സ്റ്റെബിലൈസേഷൻ. നമുക്കറിയാം ഒരു ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ ഉണ്ടായിരിക്കും.